ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വലിയ രാജ്യത്തെ എങ്ങനെ കെട്ടിപ്പടുക്കും, അതും നൂറ്റാണ്ടുകളുടെ കൊളോണിയൽ ഭരണത്തിനും രക്തരൂക്ഷിതമായ ഒരു വിഭജനത്തിനും ശേഷം. ഇത് ഇന്ത്യയുടെ കഥയാണ്. നമ്മൾ ഒരു രാഷ്ട്രമായി മാറിയതിന്റെ, നമ്മുടെ സ്വന്തം അടിത്തറ പണിതതിന്റെ കഥ. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ ശില്പികൾ നേരിട്ട ഏറ്റവും വലിയ ചോദ്യം ഇതായിരുന്നു. ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു വലിയ പരീക്ഷണം. വെല്ലുവിളി വളരെ വലുതായിരുന്നു. പരാജയപ്പെടാനുള്ള സാധ്യതയും ഒരുപാടുണ്ടായിരുന്നു. അതെ, ഏതൊരു വലിയ കെട്ടിടം പണിയുമ്പോഴും ഒരു ബ്ലൂ പ്രിന്റ് വേണമല്ലോ. അതുപോലെ ഇന്ത്യ എന്ന മഹത്തായ നിർമ്മിതിക്കും ശക്തമായൊരു രൂപരേഖ ആവശ്യമായിരുന്നു. ആ രൂപരേഖയായിരുന്നു നമ്മുടെ ഭരണഘടന. പക്ഷേ ഒരു ബ്ലൂ പ്രിന്റ് മാത്രം മതിയോ? അത് പണിയാനുള്ള സ്ഥലം വേണ്ടേ? ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നു പതിറ്റാണ്ടുകൾ നീണ്ട ആ പോരാട്ടം, നമ്മുടെ സ്വാതന്ത്ര്യസമരം. കഥ തുടങ്ങുന്നത് 1857 ആ ആദ്യത്തെ തീപ്പൊരിയിൽ നിന്നാണ്. പിന്നെ ഗാന്ധിജിയുടെ അഹിംസയുടെ വഴി വന്നു, കൂടെ ഒരുപാട് ധീരന്മാരുടെ ത്യാഗങ്ങളും. അങ്ങനെ പല വഴികളിലൂടെയുള്ള പോരാട്ടത്തിനൊടുവിലാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോ സ്വാതന്ത്ര്യം കിട്ടി. ഇനിയെന്ത്? അടുത്തുപടി രാജ്യത്തിന്റെ ആത്മാവെന്ന് തന്നെ പറയാവുന്ന നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുക എന്നതായിരുന്നു. ഇന്ത്യയുടെ ഭാവി തീരുമാനിച്ച ആ വലിയ സംഘമായിരുന്നു ഈ ഭരണഘടനാ നിർമ്മാണ സഭ. ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ അവരാണ് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഒരു പുസ്തകത്തിലേക്ക് പകർത്തിയത്. ഒന്നു നോക്കിക്കേ, ഏകദേശം 3 വർഷം. എന്തിനായിരുന്നു ഇത്രയും സമയം എന്നല്ലേ? കാരണം ഇത് വെറുമൊരു പുസ്തകം എഴുതുന്നതുപോലെ ആയിരുന്നില്ല. കോടിക്കണക്കിന് ജനങ്ങൾ, പല ഭാഷകൾ, പല സംസ്കാരങ്ങൾ, എല്ലാവർക്കും വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഓരോ വാക്കും സൂക്ഷ്മമായി ചർച്ച ചെയ്താണ് അവർ മുന്നോട്ടു പോയത്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശില്പികൾ ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്ന് തന്നെ പറയാം. ഏകദേശം 60 രാജ്യങ്ങളുടെ ഭരണഘടനകൾ പഠിച്ചു. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ ഇന്ത്യക്ക് ചേരുന്നത് മാത്രം തിരഞ്ഞെടുത്തു. അല്ലാതെ വെറുതെ കോപ്പിയടിക്കുകയായിരുന്നില്ല. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു. അങ്ങനെ 1950 ജനുവരി 26 ആ വലിയ ദൗത്യം പൂർത്തിയായി. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രമായി. സ്വന്തം നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറി. അപ്പോ ബ്ലൂ പ്രിന്റ് റെഡി. പക്ഷെ ഒരു വീട് പണിയാൻ പ്ലാൻ മാത്രം മതിയോ? സ്ഥലം വേണ്ടേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇന്ത്യ അന്ന് പല കഷ്ണങ്ങളായി ചിതറിക്കിടക്കുകയായിരുന്നു. 565, അതെ, അത്രയും നാട്ടുരാജ്യങ്ങൾ. ഇവയെല്ലാം ഒന്നിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ഉണ്ടാകുമായിരുന്നില്ല. ഒരുപക്ഷെ പല പല ചെറിയ രാജ്യങ്ങളായി നമ്മൾ മാറിയേനെ. ഈ വലിയ ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കിയ ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നു വിളിക്കുന്നത്. ഇന്ത്യ എന്ന വീടിന്റെ ചുവരുകൾ ഉറപ്പിച്ചത് അദ്ദേഹമാണ്. അപ്പോ വീടിന്റെ പ്ലാനായി, ചുവരുകളും കെട്ടി. ഇനി ആ വീട്ടിൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്നറിയണ്ടേ? അതായിരുന്നു അടുത്ത ടെസ്റ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ്. ഇവിടെയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. 80% ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. പിന്നെ എങ്ങനെ പേര് നോക്കി വോട്ട് ചെയ്യും? അപ്പോഴാണ് വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ഐഡിയ വന്നത്. ഓരോ പാർട്ടിക്കും ഓരോ ചിഹ്നം. ആളുകൾക്ക് ചിഹ്നം നോക്കി വോട്ട് ചെയ്യാം. ഇതൊരു ഗംഭീര വിജയമായിരുന്നു. ഇതിനിടയിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നടന്നു. വോട്ടർ പട്ടിക നോക്കിയപ്പോൾ ഒരു പ്രശ്നം. പല സ്ത്രീകളുടെയും പേര് രാമന്റെ ഭാര്യയെന്നോ കൃഷ്ണന്റെ അമ്മ എന്നോ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ട മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ പറഞ്ഞു, ഇത് പറ്റില്ല. ഓരോ സ്ത്രീക്കും അവരുടേതായ പേരും വ്യക്തിത്വവുമുണ്ട്. അത് വോട്ടർ പട്ടികയിൽ വരണം. ഇത് ശരിക്കും സമത്വത്തിലേക്കുള്ള ഒരു വിപ്ലവകരമായ ചുവടുവയ്പായിരുന്നു. അങ്ങനെ ലോകം മുഴുവൻ സംശയത്തോടെ നോക്കി നിന്ന ആ തിരഞ്ഞെടുപ്പ് ഇന്ത്യ ഗംഭീരമായി നടത്തി വിജയിച്ചു. ഇന്ത്യയിൽ ജനാധിപത്യം ഒരു പരാജയമാകും എന്ന് പ്രവചിച്ചവർക്കെല്ലാമുള്ള ഒരു മറുപടിയായിരുന്നു അത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറ അതോടെ ഉറച്ചു. ശരി, അപ്പോ ആ അടിത്തറയൊക്കെ ഇട്ട് തെരഞ്ഞെടുപ്പൊക്കെ നടത്തി വർഷങ്ങൾക്കിപ്പുറം ആ കെട്ടിടം ഇന്നെങ്ങനെയുണ്ട്? ഇന്ത്യ എന്ന രാഷ്ട്രം എവിടെ എത്തി നിൽക്കുന്നു? നമുക്കൊന്ന് നോക്കാം. ഈ മാറ്റം ശരിക്കും അവിശ്വസനീയമാണ്. ബ്രിട്ടന്റെ ഒരു കോളനി മാത്രമായിരുന്ന നമ്മൾ ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു ശക്തിയായി. തകർന്ന തരിപ്പണമായ സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി. വെറും 12% സാക്ഷരതയിൽ നിന്ന് 77%. ഭക്ഷണത്തിനു വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരിടത്തു നിന്ന് ഇന്ന് നമ്മൾ ഭക്ഷണം കയറ്റുമതി ചെയ്യുന്നു. ഈ വലിയ മാറ്റങ്ങൾക്ക് പിന്നിൽ ചില വിപ്ലവങ്ങളുണ്ടായിരുന്നു.
ഹരിത വിപ്ലവം നമ്മളെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തരാക്കി. ധവള വിപ്ലവം നമ്മളെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദകരാക്കി. പിന്നെ വന്ന ടെക് വിപ്ലവം ഇന്ത്യയെ ലോകത്തിന്റെ സോഫ്റ്റ്വെയർ ഹബ്ബാക്കി മാറ്റി. ഇതൊക്കെയായിരുന്നു ആ വലിയ കുതിച്ചുചാട്ടങ്ങൾ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സംഭവിച്ചത്. 1947 മുമ്പ് നമ്മുടെ കഥ എഴുതിയിരുന്നത് മറ്റാരൊക്കെയോ ആയിരുന്നു. എന്നാൽ ഇന്ന് ആ പേന നമ്മുടെ സ്വന്തം കയ്യിലാണ്. നമ്മുടെ ഭാവി നമ്മൾ തന്നെയാണ് എഴുതുന്നത്. ഒരു രാഷ്ട്രം അതിന്റെ വിധി സ്വയം എഴുതാൻ തുടങ്ങിയതിന്റെ കഥയാണിത്.